ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 5 സ്റ്റെപ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാം യുവർ മൈൻഡ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സിലൂടെ ധാരാളം ചിന്തകൾ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പല പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. ഏകദേശം 30,000 മുതൽ 60,000 വരെ ചിന്തകളൊക്കെ 24 ഹവറിനുള്ളിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും തോട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിലോട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിലാണ് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ വലിയൊരു ടാസ്ക് ആയിട്ട് മാറും. സോ അതുകൊണ്ട് മൈൻഡ് എപ്പോഴും കാമായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. രാവിലെ നിങ്ങൾ എണീറ്റ ഉടനെ ബെഡിൽ തന്നെ ഇരിക്കുക, കംഫർട്ടബിളായിട്ട് ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് പതിയെ ഇടത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക, സ്ലോലി വലിക്കുക. എന്നിട്ട് ജസ്റ്റ് 1, 2, 3 സെക്കൻഡ് അവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഗോട്ട് ഇറ്റ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ വലത് മൂക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാവുന്നതാണ്. എന്നിട്ട് ശ്വാസം എടുത്തതിന് ശേഷം ലെഫ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം വലത് മൂക്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്വാസം പുറത്ത് വിടാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ഓപ്പോസിറ്റും ചെയ്യാം. ഈ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഈ മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. അതേപോലെ ഇതിലൂടെ എടുത്ത് ഇതിലൂടെ പുറത്തേക്ക് വിടാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈക്വലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തോട്ട്സിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടും, ഓവർ തിങ്കിങ് കുറയും. ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. സോ കാം യുവർ മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ ഗോയിങ് ടു മാനിഫെസ്റ്റ് സംതിങ്. അത് മനസ്സിലാക്കുക. ദെൻ രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് എഴുതുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യമായിട്ട് മാറും. എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറയാം. പ്രപഞ്ചത്തിനൊരു ഭാഷയുണ്ട്. മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചിന്തിച്ചാലാണ് നടക്കുക എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്. അതിനൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് ഞാൻ പറയാൻ പോകുന്ന രീതിയിലുള്ളതാണ്. അഥവാ നടക്കുന്നു, സംഭവിക്കുന്നു, നൽകുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു, ഇങ്ങനെയുള്ള ആ ഒരു ലാംഗ്വേജാണ് പ്രസൻറ്റിലുള്ള ലാംഗ്വേജ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന കാർ വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം. അതുപോലെ ഇത്ര രൂപ സമ്പാദിക്കുന്നു, ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു മാസത്തിൽ ഇത്ര രൂപ സമ്പാദിക്കുന്നു, ഞാൻ ഇന്ന കാറ് വാങ്ങിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഗോട്ട് ഇറ്റ്. അങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. അതൊരു 10 കാര്യങ്ങളൊക്കെ ആവാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ ഒറ്റൊന്ന് എഴുതുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ പ്രോപ്പറായിട്ട് കുറച്ച് ഗോൾസുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ദ ഇൻറ്റൻഷൻ, സെക്കൻഡ് പോയിന്റ്. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ലോ ഓഫ് അട്രാക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അട്രാക്ഷൻ എന്നുള്ള വേർഡ് തന്നെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ? അട്രാക്ട്, ആക്ഷൻ. നമുക്ക് 2 വേർഡും അതിൽ തന്നെ ഉണ്ട്. വി ക്യാൻ അട്രാക്ട് സംതിങ് ത്രൂ ആക്ഷൻ ഓൺലി. നമുക്ക് ആക്ഷനിലൂടെ മാത്രമേ ഒരു കാര്യം അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അട്രാക്ഷൻ, അട്രാക്ട്, ആക്ഷൻ അതിൽ തന്നെ ഉണ്ട് 2ഉം. അപ്പോൾ ആക്ഷൻ എടുക്കണം. ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്തു തുടങ്ങുക നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഗോളിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ
കാമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് കിടക്കുന്ന സമയത്താവാം, ബെഡിലിരുന്നുകൊണ്ടാവാം, നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം, ഇമാജിൻ ചെയ്യാം നിങ്ങളുടെ ഡ്രീംസ്. അതിപ്പോൾ ഈ നിമിഷത്തിൽ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയും അത് മാക്സിമം അങ്ങോട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൃത്യമായി എത്തുകയും എത്തിക്കഴിഞ്ഞാൽ ആ ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളെ ആ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനുള്ള വ്യക്തികൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോൾ നിങ്ങളത് ഇമാജിൻ ചെയ്ത് ഫീൽ ചെയ്ത് ഈ നിമിഷം നടക്കുന്നു എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുമ്പോൾ, അത് നമ്മുടെ സബ് കോൺഷ്യസിൽ എത്തുമ്പോൾ, ഇതാരാ പറയുന്നത്? ഒരുപാട് എക്സ്പേർട്ടായിട്ടുള്ള റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ള ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് നിങ്ങളുടെ വിദ്യയായിട്ട് മാറും, അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ട്. അതുപോലെ നിങ്ങൾക്കും സാധിക്കും, നിങ്ങൾക്കും പോസിബിളാണ്. ധാരാളം വീഡിയോസ് വിഷ്വലൈസേഷനെ കുറിച്ചൊക്കെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം വീഡിയോസൊക്കെ കാണുക. സോ ആക്ഷൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങളുടെ സ്വപ്നത്തെ ഒന്ന് വിഷ്വൽ ചെയ്ത്, ഒന്ന് ഇമാജിൻ ചെയ്ത്, മാക്സിമം ഇപ്പം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിലോട്ട് പോവുക. അത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും, മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത 4ാമത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ തന്നെ പ്രോപ്പറായിട്ട് വിശ്വസിക്കുക. 100% നമുക്കൊരു വിശ്വാസം വേണം. ഗോഡ് ഓർ യൂണിവേഴ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. സോ അതിൽ വിശ്വസിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ വിശ്വാസക്കുറവുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷനും അതിൻ്റെ റിസൾട്ടിനെ അതുപോലെ തന്നെ അത് ബാധിക്കും. 100% ട്രസ്റ്റ് ചെയ്യുക. ദെൻ പിന്നീട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫ്ലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു പല തടസ്സങ്ങളും ഉണ്ടായേക്കാം. സോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകുന്ന ഓരോ ടെസ്റ്റുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. മേ ബി ചിലപ്പോൾ അത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ഫൈനൽ ടെസ്റ്റ് ആയിരിക്കാം നമുക്കുള്ള തടസ്സങ്ങൾ. അപ്പം നിങ്ങൾ ഡിസേർവിങ് ആണോ എന്നുള്ളതൊക്കെ യൂണിവേഴ്സ് പരിശോധിക്കുന്നതാണ്. ആ രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ അത് നേടാനായിട്ട് പറ്റും. സോ നിങ്ങൾ എന്ത് ലക്ഷ്യമാണെങ്കിലും ഇത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള വേയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നേടുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈസിയായി അധികമൊന്നും കഷ്ടപ്പെടാതെ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ആ സ്വപ്നത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ദൈവം നൽകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. പറ്റാവുന്ന ആളുകളൊക്കെ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിക്കുക. അതിലൊരു ബേസിക് ഉണ്ട്. സോ അത് വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കുറച്ച് പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ പഠിക്കണം, എൻ്റെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട് 21 ഡേയ്സിൻ്റെ. അപ്പോൾ അതിൽ ധാരാളം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഹാർഡ് വർക്കൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് എത്തിച്ചേരാനുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ചോദിക്കുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.